ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 1.5 കിലോ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്ന മസാല: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അര നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഞാൻ തലേ ദിവസമാട്ടോ ചെയ്യുന്നത്, കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മസാലയെല്ലാം നല്ലോണം ചിക്കനിൽ പിടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ചെയ്യാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈം. ബട്ട് ഒരു 1 ഹവറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ നല്ലോണം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് അസൈഡ്. ഇനി ബാക്കി മസാല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു സവോള നീളത്തിന് കട്ട് ചെയ്തത് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസും കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 6 മീഡിയം സൈസ് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് 5 മിനിറ്റ്സ് കുക്കാവുന്ന ടൈമിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഈ പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഗാർലിക്, പിന്നെ 2 വലിയ പീസ് ഇഞ്ചി, 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അഗെയിൻ ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. സ്ലൈറ്റ്ലി ഒരു ബ്രൗൺ കളറായിട്ട് ഉള്ളി മാറുന്ന ടൈമിൽ 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അഗെയിൻ ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം കുക്ക് ഇറ്റ് ഫോർ 5 to 6 മിനിറ്റ്സ്. അപ്പോൾ ഇത് ഗ്രാജുവലി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറി തുടങ്ങും. ആ ടൈമിൽ 1 ഹാൻഡ്ഫുൾ ഓഫ് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം വഴറ്റുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമുക്കിതിൽ ആവശ്യമുള്ള മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടുന്ന മസാല: മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടുക. അപ്പോൾ ഇത്രയും മസാലാസേ നമ്മൾ ഗ്രേവി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. മസാല എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അഗെയിൻ ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് ഒന്ന് ബീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേ ഗ്ലാസ്സിൽ തന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി എടുത്തിട്ട് ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുവാണ്. ഈ പ്രിപ്പയർ ചെയ്ത ഗ്രേവി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ഒരു തിക്ക് ഗ്രേവി ആവുന്ന ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലേവറും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ സവോളയിൽ നിന്ന് ഒരു ചെറിയ പിടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടുന്ന ഗ്രേവി ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. നല്ലോണം തിളച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. സൈമിൾട്ടേനിയസ്ലി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ആയ ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാനൊരു 1/2 hour മുന്നേ വാഷ് ചെയ്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ഉണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു അര നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അരി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ കൺസിസ്റ്റൻസി നോക്കുക. അപ്പോൾ അത് നല്ലോണം കുക്കായിട്ടുണ്ട്. സോ ഇതൊന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടീസ് നോക്കാം. സോ അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് അതിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഊറ്റി വച്ചേക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മിഡ് പോർഷൻ, അതായത് അതിൻ്റെ മുകളിലേക്ക് പ്രിപ്പയർ ചെയ്ത ഗ്രേവി ഇടുക. അഗെയിൻ ചോറിടുക. അപ്പോൾ നമ്മൾ ഗ്രേവി ഇട്ട് കഴിയുമ്പോഴത്തേനും ആ പാത്രത്തിൽ കുറച്ച് ഗ്രേവി കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ആ ഒരു യെല്ലോയിഷ് കളർ വരും. ആൻഡ് വീണ്ടും റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്ത് ദം ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്രോക്സിമേറ്റ്ലി ഒരു 15 മിനിറ്റ്സ് എടുക്കും ദമ്മായി വരാൻ. നമ്മുടെ അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഡു ട്രൈ ഇറ്റ്. ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് ഈസിയുമാണ്. സോ ആഫ്റ്റർ ട്രൈയിങ് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്സ്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.